യെസ്, അങ്ങനെ ഈ സായന്തനത്തിലേക്ക് വീണ്ടും നമ്മൾ പവലിയനിലേക്ക് എത്തുമ്പോൾ ഇതാ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്ന് വെച്ചാൽ നിറവൈവിധ്യങ്ങളാണ് കലോത്സവം എന്ന് പറയുന്നത്. നിറച്ചാർത്താണ്. കുടമാറ്റത്തിന്റെ നാട്ടിലേക്ക് കലോത്സവം എത്തുമ്പോൾ നിറച്ചാർത്ത് മസ്റ്റാണ്. ആ നിറച്ചാർത്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കലോത്സവത്തിലൊരു സവിശേഷ ഐറ്റം, ഒരു ഗോത്ര ഐറ്റം, ഇരുള നൃത്തം നമ്മുടെ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നു. ഇരുള നൃത്തം ഏതാണ് സ്കൂള്? ഡോക്ടർ AGHSS കോടോത്ത്. എ ഗ്രേഡ് ഉണ്ട്, അതുവരെ പറയാനില്ലല്ലോ. അപ്പൊ പ്രേക്ഷകർക്കായി ഇരുള നൃത്തത്തിന്റെ താള ഭംഗി നമുക്ക് അങ്ങ് വിട്ടുകൊടുക്കാം. തുടർന്നോളൂ. റെഡി, 1 2 സ്റ്റാർട്ട്. എന്തോരം വൈവിധ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നമുക്ക് അഭിമാനിക്കാൻ ഇതിലും വലുത് എന്ത് വേണം? ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം അല്ലെന്ന്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കലാപമാണ്. ഏതായിരുന്നു സ്കൂൾ? ഒരിക്കൽ കൂടി പറയൂ. അപ്പൊ ഇതെന്താണ്, തനതായ എന്തെങ്കിലും ആണോ? ഇത് നമ്മളെ സാധാരണ ഇതോ? ഓക്കെ. അപ്പൊ ഇതാണ് വ്യത്യസ്തമായ വൈവിധ്യമാർന്ന കലാരൂപങ്ങളാണ് ഓരോ തവണയും കലോത്സവ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, നമ്മൾ ഉള്ളിടത്തോളം, മലയാളി ഉള്ളിടത്തോളം ഇതൊന്നും മഞ്ഞ നിന്ന് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. ഇന്നിപ്പോ തൃശ്ശൂരാണെങ്കിൽ അടുത്ത കുറി നമ്മൾ ഇതിലും മനോഹരമായി വരും. തീർച്ചയായിട്ടും അതുപോലെ തന്നെ എല്ലാം പളിയ നൃത്തം ഇതുപോലെ എല്ലാ കളികളും നമ്മൾ വേദിയിലെത്തിക്കും, നമ്മളത് ആസ്വദിക്കും. ഏതൊക്കെ മുക്കുമൂലകളിൽ ഏതൊക്കെ നൃത്തങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ വേദിയിലെത്തിക്കും.